കാഞ്ഞങ്ങാട് ആവിക്കര റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി. റോഡിന്റെ പിതൃത്വത്തെക്കുറിച്ച് റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കം തുടരുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ ഇരു വിഭാഗവും തയ്യാറാകുന്നില്ല. കാഞ്ഞങ്ങാട് ആവിക്കര റോഡ് മഴക്കാലമായതോടെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് വടകരമുക്ക് മീനാപ്പീസ് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. റോഡിൽ കുഴി രൂപപ്പെട്ടത് കാരണം ഇതുവഴിയുള്ള വാഹനങ്ങളുടെ യാത്ര ദുഷ്കരമാണ്. 2 ബസ് റൂട്ടുകൾ മാത്രമുള്ള ആവിക്കര റോഡിൽ യാത്രക്കാർ ഓട്ടോറിക്ഷകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. എന്നാൽ ഓട്ടോറിക്ഷകൾക്ക് ഈ റോഡിലൂടെ കടന്നു പോകാനാവുന്നില്ല. ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം: ഇതേമാതിരി തന്നെ അവസ്ഥ. ഒരു വണ്ടി മര്യാദയ്ക്ക് പോകാൻ കഴിയാതെ ആടുന്നടത്തേക്ക് മഴക്കാലത്താകുമ്പോൾ രേഷം കാറിടും, ആപ്പന്നെ പോവുകയും ചെയ്യും. വേനൽക്കാലത്ത് പണിയൊന്നും എടുക്കില്ല. മഴക്കാലത്ത് ഉള്ള കല്ലുകൊണ്ട് കടന്നിരത്തിയിട്ട് അത് പൊടിച്ചിട്ട് വണ്ടിക്കാരായിട്ട് പോകുമ്പോൾ പൊടിച്ച് വിടും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പൈതി മുനിസിപ്പാലിറ്റിയും പൈതി അവരെന്ന് പറയുന്നു. എല്ലാം കണക്കാണ്. ഇവിടെ നമ്മളോട് പോകാൻ കഴിയുന്നില്ല. ഒരു വളരെ ബുദ്ധിമുട്ടാണ്. ഗേറ്റിൽ അടച്ചാൽ വണ്ടിക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. റോഡ് റെയിൽവേയുടെ അധീനതയിലായതിനാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് റെയിൽവേയാണെന്നും പറഞ്ഞ് നഗരസഭ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ റെയിൽവേയുടെ അധീനതയിലുള്ള റോഡാണെങ്കിലും നഗരസഭയാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന വാദമാണ് റെയിൽവേ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ നഗരസഭയും റെയിൽവേയും 2 തട്ടിൽ തന്നെയാണ്.